ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? ഇന്നിപ്പോ ഞാന് രാവിലത്തെ വിശേഷങ്ങളോ അഗാരോന്റെ പാത്രങ്ങളോ ഒന്നുമില്ലാത്ത ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ ദിവസമായിട്ട് എപ്പോഴും അഗാരോന്റെ എഗ്ഗ് ബോയിലറും കെറ്റിലൊക്കെ ആയിട്ടാണ് എൻ്റെ രാവിലത്തെ വിശേഷങ്ങളോ വീഡിയോന്റെ തുടക്കം തുടങ്ങലില്ലേ. അപ്പം അത് ഓൾക്ക് കുറച്ച് പ്രൊമോഷൻ വീഡിയോസ് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓൾക്ക് അതിലിങ്ങനെ ഓരോന്ന് കുക്ക് ചെയ്യുന്നത് കാണിക്കണം വീഡിയോയിൽ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പ്രൊമോഷൻ അല്ല കേട്ടോ. ഞാൻ ഇനി ഏത് പ്രൊഡക്റ്റ് വാങ്ങിച്ച് കാണിച്ചാലും ചിലർ വിചാരിച്ചു ഇതൊക്കെ പ്രൊമോഷനാ, ഇതും പ്രൊമോഷനാ, അതും പ്രൊമോഷനാ. ഈ ഫ്ലിപ്പിൻ്റെ സാധനങ്ങളൊന്നും പ്രൊമോഷനല്ല, ഞാൻ കായ് മുടക്കി വാങ്ങുന്നതാണ്. പിന്നെ നല്ലതാകുമ്പോൾ നിങ്ങൾ എന്തായാലും ലിങ്ക് ചോദിച്ചു, അപ്പം അതുകൊണ്ട് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കണതുമാണ് കേട്ടോ. ഇത് അതുപോലെ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. അതിനൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ. അപ്പം അത് ഞാൻ ഇപ്പോൾ 2 ദിവസമായിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ടില്ല. ആദ്യം ഈ വീഡിയോ ഇട്ടിട്ട് ആ ഇന്നലത്തെ ഷോർട്ട് വീഡിയോ ഇടണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കര തിരക്കാണ്, വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടണില്ല. കാരണം ഓരോ യാത്രകളും അതേപോലെ മക്കളെ പരീക്ഷയാണ്. അപ്പോൾ കുറച്ച് പിന്നാലെ കൂടും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എഡിറ്റിംഗ് വല്ലാണ്ട് ഇങ്ങോട്ട് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ പെൻഡിങ് കഴിഞ്ഞിട്ടോ. പിന്നെ ഇന്നലെ മക്കൾക്ക് ഫുള്ള് പരീക്ഷേൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എഡിറ്റിങ് കഴിഞ്ഞിരുന്നു. പക്ഷെ ഇന്നലെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയില്ല. രാത്രി 10 മണിക്കാണ് ഞാനൊന്ന് ഫ്രീ ആയത്. ആ സമയത്ത് വോയിസ് ഓവർ കൊടുത്താൽ പിന്നെ ഒരുമാതിരി ഒരു പയങ്കഞ്ഞ് പിടിച്ച മാരിക്കാരൻ്റെ വർത്താനം. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്നലെ വീഡിയോ ഇട്ടില്ല. ഇന്ന് രാവിലെ തിരക്കായി, അപ്പോൾ എഡിറ്റ് ചെയ്യാതിരുന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ടാണ് നേരം വൈകിയത് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്രൂഫിൻ്റെ ബെഡ് കവറും ഇപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ച ബെഡ്ഷീറ്റും ഒക്കെ ഞാൻ കുറച്ചായിട്ട് ഫ്ലിപ്പിൽ തന്നെ വാങ്ങി ഉപയോഗിക്കണം. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ. ഇന്ന് കാണിച്ച ഈ 2 ബെഡ്ഷീറ്റും അതേപോലെ തന്നെ ഈ ബെഡ് കവറും ഒക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. പ്രൊമോഷൻ്റെ കാര്യങ്ങൾക്ക് നന്നായിട്ട് കിട്ടിയതല്ല കേട്ടോ. ചിലരൊക്കെ പറയും നിങ്ങൾക്ക് പ്രൊമോഷന് കിട്ടുമ്പോൾ നല്ല സാധനങ്ങൾ കിട്ടും, എന്നിട്ട് ഞങ്ങളത് ഓർഡർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നതൊക്കെ ചീഞ്ഞ സാധനങ്ങളായി. കാരണം അങ്ങനെയൊന്നുമില്ല. ഇത് ഞങ്ങൾ വിചാരിക്കും പ്രൊമോഷന് ഞങ്ങൾക്ക് വെറുതെ തരുമ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ തരും, ആളുകൾ പൈസക്ക് വാങ്ങുമ്പോൾ ഓൾക്ക് നല്ല സാധനങ്ങൾ കൊടുക്കും എന്നാണ് ഞങ്ങൾ ചിന്തിക്കൽ കേട്ടോ. അങ്ങനെ എനിക്ക് ഇതുവരെ അങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളൊന്നും ആയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. 1-2 ഒക്കെ ഇങ്ങനെ വന്നിക്കണ്. അത് ഈ അഗാരോ, ഇൻഡസ് വാലി അങ്ങനത്തെ ബ്രാൻഡിൻ്റെ ഒന്നും അല്ല കേട്ടോ. ആ ബ്രാൻഡൊക്കെ നല്ല അടിപൊളി ബ്രാൻഡുകളാണ്. ഓല് തരുന്ന പ്രൊഡക്റ്റുകളും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ. കാരണം ഓല ബ്രാൻഡിന് ഒരു നെഗറ്റീവ് വരരുത് എന്ന് വിചാരിച്ചിട്ടോ നല്ല എനിക്ക് ഇതുവരെ കിട്ടിയതൊക്കെ നല്ല പ്രൊഡക്റ്റുകൾ തന്നെയാണ് കേട്ടോ. ഒരു ചെറിയൊരു ചോപ്പർ മാത്രം ഇങ്ങനെ ചെറിയ പ്രശ്നമായി എന്നല്ലാതെ ബാക്കിയുള്ളതൊക്കെ അടിപൊളി പ്രൊഡക്റ്റുകൾ തന്നെയാണ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നതൊക്കെ കേട്ടോ. ഞാൻ അത്യാവശ്യം നല്ലതാണെന്ന് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യൽ. എല്ലാതും വലിച്ചു വാരി പ്രൊമോഷൻ ചെയ്യലില്ല ഞാൻ. ഒന്നാമത് അതുകൊണ്ട് തന്നെയാണ്. ഉപകാരം ഉണ്ടാവണത് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ അങ്ങനെ കണ്ടമാനം ചറവറ വാങ്ങി കൂട്ടിയിട്ട് എല്ലാതും അങ്ങോട്ട് വെറുതെ പ്രൊമോട്ട് ചെയ്തിട്ട് പറ്റിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ല, അത്രയും നേരം ബാക്കിയുള്ളതൊക്കെ പറഞ്ഞു. ഇനി ബെഡ്ഷീറ്റിനെ കുറിച്ച് 2 വാക്ക്. ഇതൊരു 70 ബെഡ്ഷീറ്റാണ് കേട്ടോ. എങ്ങനെയുണ്ട് കാണാൻ? ഒരു ക്രോഷ്യ വർക്കൊക്കെ ചെയ്ത പോലെയല്ല, ആ പൂവ് എടുത്തു നിൽക്കണ പോലല്ലേ, അതന്നെയാണ് 70 എഫക്റ്റ്. ഞാൻ കുറച്ച് മുമ്പ് ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് ഇത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര തരംഗേനു ഈ 70 ബെഡ്ഷീറ്റ് കേട്ടോ. അപ്പം അന്ന് വാങ്ങണം എന്ന് നോക്കുമ്പോൾ 700-800 ഒക്കെയാണ് അന്ന് റേറ്റ്. അപ്പോൾ ഒരു ബെഡ്ഷീറ്റിന് അത്രയും പൈസ കൊടുത്ത് വാങ്ങാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ മോഹം അവിടെ ഉപേക്ഷിച്ചു. പക്ഷെ ഇപ്പം ഞാൻ ബെഡ്ഷീറ്റ് ഇങ്ങനെ തപ്പിയ സമയത്ത് 400 എത്രയാണ് കേട്ടോ ഇതിന് വില വന്നത്. അപ്പോൾ ആ ഒരു ഇതിന് ഞാൻ 70 എഫക്റ്റ് ബെഡ്ഷീറ്റ് കണ്ടപ്പോൾ അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതാണ്. ഫസ്റ്റ് ഞാൻ വേറെ ഒന്നും കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്തിന്. പക്ഷേ വന്ന ആ ഒരു കണ്ട മാതിരി ഒരു ക്വാളിറ്റി ഒന്നും അതില്ല. ഭയങ്കര തെരച്ച പോലത്തെ ഒരു കളറൊക്കെ ആയപ്പോൾ ഞാൻ അത് റിട്ടേൺ അടിച്ച് വേറെ ഞാൻ വീണ്ടും വാങ്ങിയതാണ് കേട്ടോ ഈ ബെഡ്ഷീറ്റ്. ഇതെനിക്ക് വലിയൊരു കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ആ ഫോട്ടോയിൽ കാണുന്ന കറക്റ്റ് കളറൊന്നും നമുക്ക് കിട്ടൂല. അതിപ്പോൾ എങ്ങനെയായാലും മൂലകുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളാണെങ്കിലും നമ്മളെ ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്ത് കളർ കൂട്ടിയിട്ട് എവിടെയെങ്കിലും സ്റ്റാറ്റസോ സ്റ്റോറിയൊക്കെ ആയിട്ട് ഇടാനാണല്ലോ നമ്മളും താല്പര്യപ്പെടുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അതൊന്ന് കളർ കൂട്ടിയിട്ട് അടിപൊളിയാക്കിയിട്ട് ഇടുക. പക്ഷെ ഇത് വന്നപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ ഒരു ഡാർക്ക് കളർ നോക്കിയെടുത്തതാണ് കേട്ടോ. ഈ മക്കളൊക്കെ കയറി ചവിട്ടി നിറങ്ങുമ്പോൾ ഇതാണ് ഏറ്റവും നല്ലത്. ഞാൻ മുമ്പത്തെ ആ ഒരു ബെഡ്ഷീറ്റില്ലേ, മുന്നിപ്പോൾ ഞാൻ കാണിച്ചില്ല, ഫസ്റ്റ് കാണിച്ച ബെഡ്ഷീറ്റ് തന്നെ ഞാനതൊരു ലൈറ്റ് കളറായിട്ട് അത് പെട്ടെന്ന് ചളിയൊക്കെ എടുത്തറിയാം. എനിക്ക് നിന്ന് വാങ്ങണ്ടില്ലേനു എന്നൊക്കെ തോന്നി കേട്ടോ. ഈ മക്കളെ ഇത് കൊണ്ടാണ് കേട്ടോ. അത് ബെഡ്ഷീറ്റിന് കുഴപ്പമൊന്നുമില്ല. ആ ബെഡ്ഷീറ്റും അടിപൊളിയാണ്, ഈ ബെഡ്ഷീറ്റും അടിപൊളിയാണ്. ഈ 70 ബെഡ്ഷീറ്റ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇതിൻ്റെ പല കളേഴ്സിലും പല റേറ്റിനും ഒക്കെ ഉള്ളത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കിങ് സൈസ് ആണ്. നമ്മളെ ബെഡ് കിങ് സൈസ് കുറച്ച് വലുതാണ്, അപ്പം അതുകൊണ്ട് അതിന് വേണം.
പിന്നെ ഞാൻ അന്ന് തന്നെ അലക്കിയിട്ടിട്ടുണ്ടേനു കളർ ഇളകുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറഞ്ഞു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ. കളർ ഇളകുന്ന പ്രശ്നമൊന്നുമില്ല. ഞാൻ അലക്കി അന്ന് തന്നെ അലക്കി ഇട്ടിട്ടുണ്ടേനി കേട്ടോ. അലക്കാതെ നമ്മളത് വിരിച്ച് ഉപയോഗിക്കണ്ടെന്ന് വിചാരിച്ചു. ചിലപ്പോൾ അവിടെയൊക്കെ കിടന്നിട്ട് വരുന്നതെന്ന് അറിയില്ലല്ലോ, ചിലപ്പോൾ ചൊറിച്ചിലെ കാര്യങ്ങളൊക്കെ കിടക്കുമ്പോൾ വന്നാലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ അന്ന് തന്നെ അലക്കിയിട്ടിട്ടുണ്ടേനി. കുറച്ചൊക്കെ കട്ടിക്കല്ലേ, നല്ല ക്വാളിറ്റിയിലെ ബെഡ്ഷീറ്റാണ്. അങ്ങനെ ബെഡ്ഷീറ്റിൻ്റെ കാര്യം അവിടെ കഴിഞ്ഞ്, ബെഡ്ഷീറ്റ് ഞാൻ ബെഡ്ഷീറ്റിൻ്റെയും ബെഡ് കവറിൻ്റെയും ഒക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്ത അംഗത്തിന് ഇറങ്ങിയിരിക്കുകയാണ്, ആയുധങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ കവറും നമ്മൾ മുറവാണ് ആയുധം. ഇനിയിപ്പോൾ അടുത്ത പണി, ഇവിടെ കുറച്ച് പുല്ലുകളുണ്ട്, അതും കൂടി പറിച്ചെടുക്കട്ടെ കേട്ടോ. വെയിലിങ്ങനെ വന്ന് തുടങ്ങിയിരിക്കണേ, ഇങ്ങോട്ട് എത്തുമ്പോൾ തന്നെ വേഗം പുല്ല് പറിച്ച് തടി സലാമത്താക്കിയിരിക്കണം. ഇപ്പം ഇനി മെയിലൊക്കെ ഉണ്ടായതുകൊണ്ട് മരുന്നടിച്ചൂടെ എന്നൊരു ചോദ്യം വരും. മരുന്നടിക്കാൻ മാത്രമല്ല പുല്ലില്ല, ഒരുവിധമൊക്കെ ഞാൻ പറിച്ച് കഴിഞ്ഞിരിക്കണേ. ഇത് പിന്നെ നമ്മൾ ഞാൻ പറയലില്ലേ ഞാറ് പോലത്തെ പുല്ല് അറിയില്ലേ, ഭയങ്കര കട്ടിയിൽ വലിച്ചെടുക്കാൻ പ്രയാസമല്ലേ, അതുപോലെയല്ല. ഇതൊരു കുറച്ച് സുഖമല്ല പുല്ല, കൈ ഇങ്ങനെ തൊട്ടാലിങ്ങനെ ഊരിപ്പോരും, അങ്ങനത്തെ നല്ല അടിപൊളി പുല്ല്. കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി കേട്ടോ. നല്ല ഉഷാറിന്, നല്ല അടിപൊളിനെ പറിച്ചെടുക്കാനേ. എൻ്റെ പുല്ല് പറി വല്ലാത്തൊരു കഥ തന്നെയാണ്. ഞാനൊരു തല പുല്ലൊക്കെ പറിച്ച് തരിശ് ഭൂമി ആക്കി വരുമ്പോഴത്തിന് ഒരു വക വീണ്ടും പച്ചപ്പും ഹരിതാപവുമായി നിറഞ്ഞു കവിഞ്ഞു വരും. ഇവിടെ അതേപോലെ തന്നെ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കാതെ കിടക്കണോണ്ട് തന്നെ പെരൻ്റെ ചാരി, ഈ ഒരു ചുമരിൻ്റെ ചാരിയൊക്കെ നല്ല ഉഷാറായിട്ട് പുല്ല് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലൊക്കെ സ്വൈര വ്യവഹാരം നടത്താൻ പറ്റും അമ്മാതിരി പുല്ലയിക്കണേ. അപ്പം ഞാൻ അത് പറിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ല, വല്ല ജന്തുക്കളൊക്കെ വന്ന് നിന്ന് കുട്ടികളൊക്കെ എപ്പോഴും നടക്കണ വഴിയാണ്. അപ്പം പിന്നെ എനിക്കൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം അതൊക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കി എടുക്കട്ടെ. ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു മുറം കൊണ്ടിറക്കും കേട്ടോ. എന്നാൽ പിന്നെ അയക്കിട്ട് അത് നിറയുന്നതിനനുസരിച്ച് ഇങ്ങനെ കൊണ്ടുപോയി തട്ടും. അതാണ് എൻ്റെ പരിപാടി. അല്ലെങ്കിൽ അത് വീണ്ടും അവിടുന്ന് പിന്നെയും നമ്മൾ അവിടുന്ന് അടിച്ചു വാരി എടുക്കാൻ നിൽക്കണം. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ചാടാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല, ഈ പുല്ലുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അപ്പം തന്നെ മുറത്തേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ശരിയാക്കണതുകൊണ്ട് പിന്നെ അതൊരു 2 മണി എടുക്കേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ട് പുല്ല് പറിച്ച് എന്താണ് ഞാൻ ഇന്ന് ഈ ഭാഗത്തേക്കാണ് എത്തിക്കണത്. ഇവിടെ വലിയ പ്രയാസമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഞാൻ സ്പീഡ് കൂട്ടിക്കാണ്ട് ഇടണം കേട്ടോ. ഞാൻ നിങ്ങൾ കുറേ സമയം ഇതെന്നെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കൂലേ, അത് വിചാരിച്ചിട്ട്. ഈ എല്ലാ പണി കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ അതായിട്ട് നടക്കില്ല. അപ്പോൾ അകത്തത്തെ പണികളൊക്കെ കഴിയുമ്പോൾ പിന്നെ തീർക്കാനൊരു എനർജി ഉണ്ടാവില്ല, പിന്നെ മടിയേക്കാരം. അതിൻ്റെ ഇടയ്ക്ക് ഒരു കല്ല് അവിടെ കണ്ടത് പരമാർത്ഥം അവിടെ അങ്ങോട്ട് ഇരുന്നു. പിന്നെ അവിടെ ഇരുന്നോടത്ത് കുത്തിയിരുന്ന് നിരങ്ങി ആണ് ബാക്കിയുള്ള പുല്ലുപറികളൊക്കെ നടത്തിയത്. അവിടുന്ന് നീച്ചാനുള്ളൊരു മടിയുണ്ട്. എന്തായാലും കയ്യെത്തണോടൊക്കെ അങ്ങനെ പറിച്ചെടുത്ത് പുല്ലുപറി എന്തായാലും അവസാനിപ്പിച്ചിട്ടുണ്ടേനി കേട്ടോ. അങ്ങനെ വെയിൽ നല്ലോണം ഒന്ന് ഉഷാറായി വന്നപ്പോൾ തന്നെ പുറം പണിയൊക്കെ അവസാനിപ്പിച്ച് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അകത്ത് കയറിയിട്ട് ബാക്കിയുള്ള പണിയൊക്കെ എടുക്കാൻ കേട്ടോ. പിന്നെ ഞാൻ അവിടെ അടിച്ചു വരാനൊന്നും നിന്നിട്ടില്ല, പ്രത്യേകിച്ചൊന്നും അടിച്ചു വരാനൊന്നുമില്ല. വേഗം അടുക്കളയിൽ കയറി. അപ്പോഴാണ് രാവിലെ ബീഫ് കുറച്ച് വെള്ളത്തിലിടാനുണ്ടേനി, അതൊക്കെ മറന്നിട്ടുണ്ടേനി കേട്ടോ. ഇനിയിപ്പോൾ അത് വെള്ളത്തിലൊക്കെ ഇട്ട് ഇതൊക്കെ ഒന്ന് തണുപ്പൊക്കെ വിട്ട് കഴിഞ്ഞതിന് ശേഷം വേണം ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാൻ. മിഞ്ഞാന്ന് എൻ്റെ കിട്ടിയത് ബീഫാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ മീനുണ്ടായതുകൊണ്ട് ഞാനിത് തൊട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പം ഇനി ഇതൊന്ന് വരട്ടിയെടുക്കണം. പിന്നെ കുറച്ച് ഉപ്പേരി കാര്യങ്ങൾ ഒക്കെ വെക്കാനുണ്ട്. ഈ വെയിലാകുമ്പോഴത്തേനേ പുറത്തത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അകത്തുള്ള പണികൾ സാവധാനം നമുക്ക് വെയിലായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ എടുക്കാമല്ലോ. ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലേ, അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത് കേട്ടോ. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുട്ടി പുതിയതായിട്ടുള്ള ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ്. ആൾക്ക് പ്രൊമോഷന് ആരോ പ്രൊഡക്റ്റ് അയച്ചു തരാം, അഡ്രസ്സ് തരൂ എന്നൊക്കെ പറഞ്ഞ് അഡ്രസ്സൊക്കെ അയച്ചു കൊടുത്ത്, അതുവരെ ഇടയ്ക്ക് വാട്സപ്പിലൊക്കെ കോൺടാക്റ്റ് ചെയ്ത് അഡ്രസ്സ് അയച്ചു കൊടുത്ത് പ്രൊഡക്റ്റ് അയച്ചിക്കണമെന്നോ അയച്ചു തരാമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞങ്ങാണ്ട് പിന്നെ കുറച്ച് ദിവസമായിട്ട് ആളെ കോൺടാക്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല, മെസ്സേജ് അയച്ചാലും റിപ്ലൈ ഇല്ല. അങ്ങനെയൊക്കെ പറഞ്ഞ ഒരാൾ ചെറിയ പരിഭവത്തിൽ മെസ്സേജ് അയച്ച്, ഈ മെസ്സേജ് അല്ല കേട്ടോ, ആളൊരു വീഡിയോ ചെയ്തതാണ്. ആ വീഡിയോ ഞാൻ കണ്ടതേ കേട്ടോ. അപ്പം ആ വീഡിയോയിൽ ഇങ്ങനെ വിഷമത്തിൽ പറയുന്നുണ്ട് ആ കുട്ടി. കാരണം ഫസ്റ്റായിട്ടൊരു പ്രൊമോഷനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അത്രയും പ്രതീക്ഷിക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ലാതെ ആയപ്പോൾ ആൾക്ക് ചെറിയ സങ്കടമായ രീതിയിൽ പറഞ്ഞതാണ് കേട്ടോ. എനിക്ക് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എനിക്കങ്ങനെ ആദ്യം 1-2 അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടൊക്കെ ഉണ്ട് ഇനി കേട്ടോ. പറ്റിക്കപ്പെടുക എന്ന് പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഒരു അഡ്രസ്സും ഉണ്ടാവില്ല. അപ്പോൾ 1-2 അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആദ്യമായിട്ടൊക്കെ അങ്ങനെ ആകുമ്പോൾ ഒരു ചെറിയ വിഷമം അതൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കാറേ ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ പറ്റിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അതിന് ഞാൻ ഏത് സാധനം പ്രതീക്ഷിക്കലില്ല. കയ്യിൽ കിട്ടുമ്പോൾ മാത്രമേ അതിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിക്കുള്ളൂ. നമ്മൾ ഓവറായിട്ട് ഒന്നിലും പ്രതീക്ഷ വെക്കരുത്. വെച്ചാൽ ഇതാണ് പിന്നെ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിലൊരു സങ്കടം പോലെ കാരണം. അപ്പം അതിലേറെ നല്ലത് പ്രതീക്ഷിക്കാണ്ടിരിക്കുന്നതാണല്ലോ. അങ്ങനെ ഈ പ്രൊമോഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത് കേട്ടോ. അത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ സാധനം അയക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വിഷമമായൊരു
വിഷമം എന്ന് പറഞ്ഞാല് ഒരു ചെറിയ കുട്ടിക്കുള്ളതേനി കേട്ടോ. അപ്പൊ കുട്ടിക്ക് ഭയങ്കര ഇതായപ്പോ എനിക്ക് ചെറുതായിട്ടൊരു മനസ്സിക്കൊരു ചെറിയൊരു വിഷമം വന്നൊരു കാര്യത്തിന് എന്തേന്ന് വെച്ചാല് ഒരാള് നമ്മള് ഇപ്പോഴൊന്നും അല്ല കേട്ടോ, നമ്മള് കുഞ്ഞു സ്വർഗത്തിലായിനെന്നാണേ ആളെ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കണ്ട് നമ്പറൊക്കെ എവിടുന്നോ തപ്പി പിടിച്ച് കണ്ട് എനിക്കോ നമ്പർ കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞ ആള് വിളിച്ചു. കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞു. അന്ന് കുട്ടി ഭയങ്കരമായിട്ട് വീഡിയോയിലൊക്കെ വരുന്നതാണ്. ഭയങ്കര തൊള്ളയൊക്കെ പറഞ്ഞാണ്ട് വീഡിയോയിലൊക്കെ ഇടയ്ക്ക് നിൽക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പം നീക്കുട്ടീനെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് മുതൽ. നീക്കുട്ടീനെ അങ്ങനെ കണ്ട് കണ്ട് ഇനി വീഡിയോ കാണൽ തുടങ്ങിയതാണ്. അപ്പോൾ നീക്കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് അയച്ചാൽ നിങ്ങൾ വാങ്ങിക്കോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതിനെന്താ വാങ്ങിക്കാലോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെ ആള് സ്ഥലം കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പോൾ ആള് പറഞ്ഞ ആളൊരു കുടുംബക്കാര് ഇവിടെ എവിടെയോ ഇവിടെ മരുത അവിടെ അടുത്ത് എവിടെയോ ഉണ്ട്. അപ്പം ഇങ്ങനെ റോഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ റോഡിന് തന്നെയാണല്ലോ ഞങ്ങൾ പോലെ മെയിൻ റോഡിൻ്റെ. ഞാൻ പറഞ്ഞിങ്ങനെ മെയിൻ റോഡിൻ്റെ അടുത്ത് തന്നെയാണ്, കുറച്ചിങ്ങോട്ട് ഇറങ്ങാനുള്ളൂ, റോട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്നിടത്താണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ ചെയ്തു. അപ്പോൾ ആൾ പറഞ്ഞു എന്നാൽ ഞങ്ങൾ ഓല് വരുന്ന സമയത്ത് ഓലെടുത്ത് നീക്കുട്ടിക്കൊരു പാവക്കുട്ടിയോ എന്തോ ഒരു ഗിഫ്റ്റ് പറഞ്ഞു, അത് കൊടുത്തേക്കാട്ടോ, നിങ്ങൾ വാങ്ങിക്കോ, റോട്ടിൽ അവിടെ നിങ്ങൾ എടുത്തെത്തുമ്പോൾ വിളിക്കുക, അവിടെ കയറി നിന്നൊന്ന് വാങ്ങുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ വാങ്ങിക്കൊടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിത് കുട്ടീൻ്റെ അടുത്തും പറഞ്ഞു കേട്ടോ. കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. കുട്ടികളാകുമ്പോൾ അത് വല്ലാണ്ട് ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ അത് ഓർക്കാതെ ഇങ്ങോട്ട് പറഞ്ഞു ചെയ്തു. ഇങ്ങനെയൊക്കെ വിളിച്ചുകാണ്ട് പറയുമ്പോൾ നമ്മൾ എന്തായാലും അത് കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. അപ്പോൾ പ്രൊമോഷന് കാര്യങ്ങളൊന്നും അല്ല, ആൾ ജസ്റ്റ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിലാണ് കേട്ടോ പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ആൾ ഫോൺ വെച്ച് കുറച്ച് സമയം കഴിഞ്ഞ് പിറ്റേന്നാണ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ കറക്റ്റ്. ആൾ വീണ്ടും വിളിച്ചപ്പോൾ പറഞ്ഞു ഇവർ അങ്ങനെ വരാൻ കുറേ ദിവസം എടുക്കുമല്ലോ, ഇപ്പം അടുത്താണല്ലോ അവിടെ പോയി വന്നത്, അപ്പം ഇനി ഇപ്പം അടുത്തൊന്നും പോലുണ്ടാവില്ല, പൈസ തന്നാൽ നിങ്ങൾ വാങ്ങിക്കൊടുക്കുമോ, ആ പൈസക്കില്ല ഒരു എന്തെങ്കിലും കുട്ടിക്ക് കളിക്കണ ഒരു സാധനം വാങ്ങിക്കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പം അങ്ങനെ ആയിക്കോട്ടെ ഞാൻ വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞു. പിന്നെ ആളൊരു അഡ്രസ്സും ഉണ്ടായില്ല കേട്ടോ. കുട്ടിയാണെങ്കിൽ ഇത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്ന് വരും എപ്പോൾ വരും എന്നൊക്കെ ഉള്ള രീതിയിൽ. അങ്ങനെ ആയിക്കാണ്ട് പിന്നെ ഓക്ക് ഭയങ്കര സങ്കടമായി. ഇതിപ്പോൾ ഒരു പറഞ്ഞ പറ്റിക്ക ഒരു വിളിച്ചടുത്തി ചോറില്ല എന്ന് പറഞ്ഞ പോലെ ആയപ്പോൾ പിന്നെ ഞാനെന്ത് ചെയ്തു, ഞങ്ങൾ പോയ സമയത്ത് ഒരു ഇത് വാങ്ങിക്കൊടുത്തു. ഞാൻ ഓല അയച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് ഓള് കുറച്ചൊന്ന് ചെറിയ കുട്ടിയാണ്, അപ്പോൾ പിന്നെ അതൊക്കെ വിശ്വസിച്ചും ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ ഓല അയച്ചു തന്നതാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിക്കൊടുത്ത്. അതിന് ശേഷമാണ് ആൾക്ക് ആശ്വാസമായത്. ഇങ്ങനെ ഒന്നൊന്നുമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർ പലരും അങ്ങനെ ചിലപ്പോൾ ഇതാക്കുക അല്ലെങ്കിൽ പിന്നെ വീട് അതിൻ്റെ ശേഷം വീട്ടിലേക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് അയക്കണം എന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അഡ്രസ്സുമായിട്ട് പിന്നെ ഒരു അഡ്രസ്സും ഇല്ലാത്തവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ നെവർ മൈൻഡാക്കിയിട്ടാണ് വിടും. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെ ഞാൻ നീയക്കുട്ടിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വരുന്നുണ്ടെങ്കിലും അത് ഞാൻ അവളടുത്ത് മുണ്ടലേ അല്ല കേട്ടോ. കയ്യിൽ കിട്ടിയതിൻ്റെ ശേഷം മാത്രമേ ഞാൻ കുറിച്ചിട്ട് പറയുള്ളൂ. ഈ കാര്യത്തിലൊന്നും നമുക്ക് ഒരാളെയും കുറ്റം പറയാനൊന്നും പറ്റൂല. കാരണം ചിലപ്പോൾ സാഹചര്യം എന്താണെന്ന്, പിന്നത്തെ സാഹചര്യം എന്താണെന്നൊന്നുമില്ല നമുക്കറിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് ഞാൻ കുറേ കാട് കയറി പോയില്ലേ. വീഡിയോയിൽ ഇത്രയും നേരം സേനക്കുട്ടനെ കാണിച്ചിട്ടില്ലേ. അപ്പൊ അസിസ്റ്റന്റ് എവിടെ എന്നുള്ളൊരു കമന്റ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സേനക്കുട്ടനെ കാണിച്ചെന്ന് കേട്ടോ. അപ്പോഴാണ് ഒരു മെസ്സിന്റെ കുപ്പായൊക്കെ ഇട്ട് നിൽക്കണത് കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു മെസ്സിയാണോ ചോദിച്ചു. അല്ല റൊണാൾഡോ ആണ്. റൊണാൾഡോ എന്നൊന്നും ആൾക്ക് കറക്റ്റ് പറയാനൊന്നും അറിയില്ല. 1-2 പറഞ്ഞപ്പോഴാണ് നമ്മളതൊന്ന് മനസ്സിലാക്കിയെടുത്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഒന്ന് കറിയൊന്നുമില്ലേ നിങ്ങൾ ചോദിക്കരുത്. ബീഫ് വരട്ടിയതും പിന്നെ കുറച്ച് പടവലങ്ങ ഉപ്പേരി, കുറച്ച് കോളിഫ്ലവർ ഉപ്പേരി, പിന്നെ ഞാൻ അതിക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. കാരണം ഇന്നലത്തെ കറി കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് പുതിയ കറി എടുത്താൽ ആ കറി പിന്നെ അവിടെ നിൽക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ അതെടുത്ത് ചൂടാക്കിയിട്ട് അതൊന്ന് കഴിച്ച് തീർത്തിട്ട് വൈകുന്നേരത്തിന് വേണമെങ്കിൽ പുതിയ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ കറി എടുക്കാത്തത് എന്താ വെച്ചാൽ ഇത്രയും കൂട്ടാണ്ടാവുമ്പോൾ ഇനി എന്തിനാ പൈക്കൊരു കറി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുക്കാത്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ ഒന്ന് കിടന്നുറങ്ങിയൊക്കെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് നീച്ചപ്പോഴാണ് ഞാനിങ്ങനെ വാട്സപ്പിൽ നോക്കിയപ്പോഴാണ് നമ്മളിവിടെ തൊട്ടടുത്തിട്ടോ, അതായത് എൻ്റെ വലിയ മുത്തച്ഛൻ്റെ വീടിൻ്റെ അടുത്ത് കേട്ടോ, മിന്നുല്ലേ ഓലെ വീടിൻ്റെ അടുത്ത് കേട്ടോ, സൂര്യകാന്തി വിരിഞ്ഞ് ഒരു തോട്ടമുണ്ട്. അപ്പോൾ അവിടുത്തെ കർഷകന് അതിലൊന്ന് വിത്ത് വിതച്ച് നോക്കിയതാണ് കേട്ടോ സക്സസ് ആവുമോ എന്നുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ട് സക്സസ് ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ടായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്ര 10 സെന്റ് സ്ഥലത്തോ അങ്ങനെ ഇങ്ങനെയൊക്കെയോ ആണ് കേട്ടോ. അപ്പൊ അതുണ്ട് എന്ന് അറിഞ്ഞുകാണ്ട് ഗ്രൂപ്പിലൊക്കെ ഫോട്ടോസൊക്കെ വന്നതോടുകൂടി അപ്പൊ ഞങ്ങള് പോയിങ്ങാണ്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. പോയി
പോയത് ഒരു 6 മണിയൊക്കെ ആവാൻ സമയത്താണ്. വലിയ ക്ലിയർ ഉള്ള വീഡിയോ ഒന്നും കിട്ടിയില്ല. കുറച്ചൊക്കെ വീഡിയോസ് ഒക്കെ കിട്ടിയിട്ടുള്ളൂ. ഇനി കേട്ടോ കുട്ടിയൊക്കെ അപ്പൊ അറിഞ്ഞപ്പോ തന്നെ അവിടെ അടുത്ത് തന്നെയാണല്ലോ അറിഞ്ഞപ്പോ പിന്നെ അവൾക്ക് പോകാനൊരു ആഗ്രഹം, അങ്ങനെ പോയതാണ് കേട്ടോ. അത് മിന്നൂസിന് പാട്ടൊക്കെ ഇട്ട് റീല് പോലെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ അത് കോപ്പിറൈറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ മ്യൂസിക് ഒന്നും ഇതിൽ ആഡ് ചെയ്യാത്തത്. അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ള. ഇനി വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്കും ഹൈപ്പും ഒന്നും മറക്കരുത്. അപ്പൊ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് ഇൻഷാല്ല ഉടനെ തന്നെ വരാട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും, ബൈ ബൈ.